പെട്ടെന്നൊക്കെ ഒരു ചോക്ലേറ്റ് കേക്ക് കഴിക്കാൻ ക്രേവിങ്സ് വന്നാൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈസി മഗ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സംഭവം ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണോ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ, നല്ല ചോക്ലേറ്റിയാണ്. ഈ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം അടിപൊളിയാണെന്ന്. അപ്പോൾ മഗ് കേക്ക് ആയതുകൊണ്ട് തന്നെ ആദ്യം ഒരു മഗ് എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട, കുറച്ച് വനില എസൻസും പിന്നെ കുറച്ച് പഞ്ചസാരയും, ഇതിൻ്റെയൊക്കെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫോർക്കോ സ്പൂണോ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു നുള്ള ഉപ്പ്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനേ. എന്നിട്ട് വീണ്ടും വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ. ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഡാർക്ക് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര ചോക്ലേറ്റ് ആക്കണോ അതിനനുസരിച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സ് എടുത്തിട്ടോ എനിക്കിത് എയർ ഫ്രയറിൽ ബേക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഒരു 15 മിനിറ്റ്സ് വെക്കുക. എന്നിട്ട് ബേക്ക് ആയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി ടൈം കൂട്ടി വെച്ചാൽ മതി. കാരണം അതൊക്കെ ഓരോ എയർ ഫ്രയറിനെയും ഓവനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം അതാവുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ളൊരു സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ കുറച്ച് ന്യൂട്രലയിലേക്ക് ഇവാപ്പറേറ്റഡ് മിൽക്ക് ആഡ് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ലൊരു സോസ് കിട്ടും. ന്യൂട്രലയ്ക്ക് പകരം ഡാർക്ക് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ നോർമൽ മിൽക്കിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ബേക്കായിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു ഫോർക്കോ നൈഫോ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ. അപ്പോൾ ഈ ഒരു സോസൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഇറങ്ങി ചെല്ലും. എന്നിട്ട് കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇത്രയും നേരം എൻ്റെ കൂടെ ക്ഷമയില്ലാതെ കാത്തുന്ന ജമൻക്ക് തന്നെ ഞാൻ ആദ്യം കൊടുക്കുന്നുണ്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് വരും.